Hello, my name is Matthew. My last name തെക്കേടത്ത്. അതുകൊണ്ട് തെക്കേടത്ത് മാത്യു. ഇന്ന് മലയാളത്തിൽ എല്ലാവരും ചർച്ച ചെയ്യുന്ന ആടുജീവിതം എന്ന സിനിമയുടെ ആഗോള തരത്തിൽ എന്താണ് അതിനുള്ള സ്ഥാനം എന്നുള്ളതിനെ കുറിച്ച് ഒരു ചെറിയ ചർച്ചയ്ക്ക് തുനിയുകയാണ് ഞാൻ. എന്താണ് എനിക്ക് ഈ ലോക സിനിമയിൽ ഇതിനുള്ള സ്ഥാനത്തെപ്പറ്റി പറയാനുള്ള ക്രെഡൻഷ്യൽസ്? വളരെ ചെറുപ്പം മുതലേ സിനിമകൾ കാണുകയും നാടകങ്ങൾ കാണുകയും അഭിനയിക്കുകയും പാട്ടുപാടുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. 1962 ഞാൻ എഴുതി സംവിധാനം ചെയ്ത് അഭിനയിച്ച് അവതരിപ്പിച്ച ബറാബാസ് എന്ന നാടകത്തിന് കേരള യൂണിവേഴ്സിറ്റിയിൽ 1ാം സമ്മാനം കിട്ടിയിരുന്നു. പിന്നെ 1963 മുതൽ 70 വരെ ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിലായിരുന്നു. ആ സമയത്ത് കോട്ടയത്ത് വളരെ ശ്രദ്ധേയമായ ഒരു കലാസാംസ്കാരിക സംഘടന തുടങ്ങിയിരുന്നു. നവരംഗ് എന്നായിരുന്നു അതിൻ്റെ പേര്. അത് ഒരു ലിറ്റിൽ തിയേറ്ററായിരുന്നു. അതായത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എഴുതിയിട്ടുള്ള നാടകങ്ങൾ കൊണ്ടുവരികയും അതൊക്കെ വായിച്ച് അഭിനയിച്ച് ചർച്ച ചെയ്ത് പഠിക്കുക, ലോകത്തിൽ എവിടെയെല്ലാം നല്ല നല്ല സിനിമകളുണ്ടോ അതെല്ലാം കൊണ്ടുവന്ന് ഒന്നോ ഒന്നിലധികമോ തവണ കണ്ട് പഠിച്ച് ചർച്ച ചെയ്യുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ വിനോദം. ശ്രീ CN ശ്രീകണ്ഠൻ നായരായിരുന്നു ഈ കലാസാംസ്കാരിക സംഘടന തുടങ്ങിയത്. കൂട്ടത്തിൽ G അരവിന്ദൻ, അരവിന്ദിൻ്റെ ബ്രദർ ഗോപൻ, NM പിള്ള, NM പിള്ളയുടെ സഹോദരി ഓമന, കുമരകം ശങ്കുണ്ണി മേനോൻ, ജയവിജയന്മാർ, അഭയദേവ്, മനോരമയിലെ PA എബ്രാഹാം, അദ്ദേഹം ഒരു നടനായിരുന്നു. അങ്ങനെ ഏകദേശം 40 മെമ്പേഴ്സ് അതിലുണ്ടായിരുന്നു. മാത്രമല്ല കേരളത്തിലുള്ള മിക്കവാറും എല്ലാ പ്രധാന നാടക സംഘടനകളിലെ എഴുത്തുകാരും നടന്മാരും ഒക്കെ കോട്ടയത്ത് വന്ന് ഞങ്ങളോടൊത്ത് ചർച്ചകളിൽ പങ്കുചേർന്നിട്ടുണ്ട്. അതിൽ എടുത്തു പറയാനുള്ളത് തോപ്പിൽ ഭാസിയും KPSCയുടെ ആർട്ടിസ്റ്റുകളും ഞങ്ങളുടെ കൂട്ടത്തിൽ വളരെ തവണകൾ വന്ന് ചർച്ചകൾ പങ്കെടുത്തിട്ടുണ്ട്. പൊൻകുന്നം മർക്കി, പിന്നെ ഏറ്റവും പ്രശസ്തനായ PJ ആൻ്റണിയെ പോലെ നാടകത്തെപ്പറ്റി ആധികാരികമായി സംസാരിക്കാൻ കഴിയുന്നൊരു വ്യക്തിയെ ഞാൻ ഇടപെട്ടിട്ടില്ല. പിന്നെ കോഴിക്കോട്ട് നിന്നും ദേശപോഷിണി കലാസമിതിയുടെ കുഞ്ഞാണ്ടി, പിന്നെ ചങ്ങനാശ്ശേരിയിലെ ഗീതാ തിയേറ്റേഴ്സിൽ നിന്നും ചാച്ചപ്പൻ, ജോസഫ് ചാക്കോ, SJ ദേവ്, അങ്ങനെ കുറേയേറെ ആളുകൾ ഞങ്ങളുടെ സംഘടനകളിൽ വരികയും ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കുറേയേറെ നാടകങ്ങളിൽ അഭിനയിക്കാനും ചർച്ചകൾ പങ്കെടുക്കാനും എനിക്ക് സാധിച്ചു. അങ്ങനെ ഞാൻ ഇംഗ്ലണ്ടിലേക്ക് പോയി. ഇംഗ്ലണ്ടിൽ ചെന്നപ്പോൾ ബെയ്റ്റ്സ്റ്റോണിൽ ഒരു ലിറ്റിൽ തിയേറ്റർ ഉണ്ടായിരുന്നു. ആ ലിറ്റിൽ തിയേറ്ററിൽ ഞാൻ 2 വർഷം അംഗമായി ചേർന്നു. അവിടെ ലോറൻസ് ഒളിവിയെ എന്ന പ്രശസ്തനായ നടൻ പണ്ട് കാലത്ത് വരികയും നാടക ചർച്ചകളിൽ പങ്കുചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം 1980 മുതൽ ഈ എയ്ഡ്സ് വരുന്ന കാലഘട്ടം വരെ ന്യൂയോർക്കിൽ ബ്രോഡ്വേ തിയേറ്റർ ലീഗിൽ ഞാൻ അംഗമായിരുന്നു. ബ്രോഡ്വേയിലുള്ള എല്ലാ ഷോകൾ കാണുകയും ചർച്ച ചെയ്യുമായിരുന്നു ഞങ്ങളുടെ വിനോദം. അങ്ങനെ വളരെ വളരെ നാടകങ്ങളും സിനിമകളും ചർച്ച ചെയ്യാനും വലിയ മഹാന്മാരുടെ തോളോട് തോൾ ചെന്ന് ഉരുമ്മി അതൊക്കെ പഠിക്കാനുള്ളൊരു ഒരു ഭാഗ്യം എനിക്ക് സിദ്ധിച്ചു. അപ്പോൾ ഈ ആടുജീവിതത്തിലേക്ക് കടക്കട്ടെ. ആടുജീവിതം ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയൊരു സംഭവമാണ്. അതിന് ഓസ്കാർ കിട്ടും എന്നൊക്കെ അവിടെ ചർച്ചകളുണ്ട്. എല്ലാം നല്ലത് തന്നെ. ബ്ലസി വളരെ മനോഹരമായി അത്യധ്വാനം ചെയ്ത് പ്രവർത്തിച്ചു, നന്നായി. പൃഥ്വിരാജ് തനിക്ക് പറ്റുന്ന വിധത്തിൽ അതിലും കൂടുതലായി മനോഹരമായി അഭിനയിച്ചു, നന്നായി. ആ മരുഭൂമിയിലെ സീനുകളിലൊക്കെ അതിഗംഭീരമായി. പക്ഷേ എന്തുകൊണ്ട് ലോക നിലവാരത്തിൽ ഈ സിനിമ വളരെയേറെ ശ്രദ്ധിക്കപ്പെടാൻ സാധ്യതയില്ല എന്നുള്ളതിനെ പറ്റിലേക്ക് കടക്കാം. ഒന്നാമതായി വളരെ ഉഗ്രമായി വെയിറ്റ് കുറഞ്ഞ് ഒരു കഥാപാത്രം പരീക്ഷണങ്ങളെ അതിജീവിക്കുന്ന കഥകൾ വേറെ പലതും ലോക സിനിമയിൽ ഉണ്ടായിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ക്രിസ്ത്യൻ ബെയിൽ അഭിനയിച്ച ദി മെഷീനിസ്റ്റ് എന്ന ഒരു മൂവിയായിരുന്നു. 2005 ആ മൂവി പുറത്തു വന്നത്. ക്രിസ്ത്യൻ ബെയിൽ 60 പൗണ്ട് കുറഞ്ഞു. ഒരു അസ്ഥിപഞ്ജരം പോലെ അദ്ദേഹം അങ്ങ് ശുഷ്കിച്ചു. ഒരു അസ്ഥിപഞ്ജരത്തിൻ്റെ മുകളിൽ ഒരു തോലിട്ടാൽ എങ്ങനെയിരിക്കും അങ്ങനത്തെ നിലയിൽ വരെയായി. പക്ഷേ അതിനൊരു ഓസ്കാർ നോഡ് കിട്ടിയില്ല. പിന്നെയുള്ള ഏറ്റവും ശ്രദ്ധേയമായ ഒരു സിനിമ നമ്മുടെ ടോം ഹാങ്സിൻ്റെ കാസ്റ്റവേ എന്ന
ചിത്രമാണ്. ഒരു കപ്പൽ അപകടത്തിൽ ഒരു ചെറിയ ഐലൻഡിൽപ്പെട്ട് അവിടെ പ്രകൃതിയോട് മല്ലടിച്ച് അതിജീവിക്കാൻ ശ്രമിക്കുന്ന ഒരാളുടെ കഥ. അതിനും ഓസ്കാറിനോട് കിട്ടിയില്ല. പിന്നെ വളരെ ശ്രദ്ധേയമായ ഒന്നാണ് മാത്യു മക്കാണഹെ ഒരു എയ്ഡ്സ് രോഗിയായി അവതരിപ്പിച്ച് 2013 തോന്നുന്നു പുറത്തു വന്ന ഡാളസ് ബില്ലി ബോയ്സ്. മാത്യു മക്കാണഹെ വലിയ ഉഗ്രനായ ഒരു നടനൊന്നും അല്ല, പക്ഷേ ഈ ഡയറക്ടർ പറയുന്നതൊക്കെ കേട്ട് പഠിച്ച് അഭിനയിക്കാനുള്ളൊരു കേൾപ്പ് അദ്ദേഹത്തിനുണ്ട്. ഒരു എയ്ഡ്സ് രോഗിയായിട്ടാണ് അദ്ദേഹം അഭിനയിച്ചത്. നന്നായി അഭിനയിച്ചു. അതിൻ്റെ മേക്കപ്പ് അത്യുഗ്രമായിരുന്നു. എയ്ഡ്സ് രോഗികൾക്ക് മുഖത്തുണ്ടാകുന്ന ചില നോഡ്യൂൾസൊക്കെ ആ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് അങ്ങേയറ്റം നാച്ചുറലാണ്. മരിക്കാൻ പോകുന്ന പല എയ്ഡ്സ് രോഗികളെയും ഞാൻ കണ്ടിട്ടുണ്ട്. ആദ്യത്തെ ശ്രദ്ധയിൽപ്പെടുന്നത് കണ്ണുകൾ അകത്തേക്ക് കുഴിഞ്ഞ് ആ സോക്കറ്റ് സ്കള്ളിൻ്റെ അകത്തേക്ക് മാറും. ഈ മുഖത്തെ എല്ലുകളെല്ലാം ഉന്തി വരും, കവളെല്ലാം ഒട്ടും, അതോടുകൂടി തന്നെ പല്ല് പൊന്തിയതായിട്ട് തോന്നും. അങ്ങനെയുള്ള ഒരു എയ്ഡ്സ് ഫേഷീസ് ഈ മനുഷ്യന് സൃഷ്ടിക്കാൻ സാധിച്ചു. അയാളുടെ മുഖത്തുള്ള കുരുവിൽ അതിൻ്റെ സെൻട്രൽ ഒരു പർപ്പിൾ കളറും അതിൻ്റെ പെരിഫറിയിൽ ഒരു പിങ്ക് കളറും, അത് കണ്ടാൽ ഇതിപ്പോൾ പൊട്ടും എന്ന് തോന്നുന്ന തരത്തിലാണ് മനോഹരമായി മേക്കപ്പ് ചെയ്തത്. അതുകൂടാതെ അതിസുന്ദരമായ കുറേ അനുഭവ നിമിഷങ്ങളും മാത്യു മക്കാണഹയ്ക്കുണ്ടായിരുന്നു. അങ്ങനെ മാത്യു മക്കാണഹെ ഒന്നാമതായി ഒരു ഓസ്കാർ ഏറ്റവും നല്ല നടനുള്ള സമ്മാനം മേടിച്ചു. ഭയങ്കരമായി വെയിറ്റ് കുറച്ച കുറേയേറെ കഥാപാത്രങ്ങളുണ്ട്. അവയെ ഞാനിപ്പോൾ തൽക്കാലം വിടുന്നു. ഇനി പൃഥ്വിരാജിലേക്ക് വരാം. വളരെ സമർത്ഥനായ ഒരു നടനാണ് പൃഥ്വിരാജ്. ഒരു റോള് എത്രയും നന്നാക്കാൻ വേണ്ടി എന്തും ചെയ്യാൻ സന്നദ്ധതയുള്ള ഒരു ചെറുപ്പക്കാരനാണ് അദ്ദേഹം. 60 പൗണ്ട് കുറഞ്ഞു. പക്ഷേ ക്രിസ്ത്യൻ ബെയിൽസ് 60 പൗണ്ട് കുറഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന അയാളുടെ രൂപത്തോട് പൃഥ്വിരാജിനെ തട്ടിച്ചു നോക്കുമ്പോൾ പൃഥ്വിരാജിന് കൂടുതൽ വെയിറ്റ് ഒന്നും കുറഞ്ഞിട്ടില്ല എന്ന് തോന്നാം. മേക്കപ്പ് കൊണ്ട് ചെയ്യാവുന്ന പല കാര്യങ്ങളും ഉണ്ടായിരുന്നു, അത് ചെയ്തില്ല. ഉദാഹരണമായിട്ട് ഈ പൃഥ്വിരാജ് നഗ്നനായിട്ട് വെള്ളം ഒഴുകുന്ന ഒരു സ്ഥലത്തേക്ക് ഓടുന്ന ഒരു സീനുണ്ട്. അവിടെ അയാളെ നന്നായിട്ട് മേക്കപ്പ് ചെയ്തിരുന്നെങ്കിൽ ആ വാരിയെല്ലുകളൊക്കെ അസ്ഥികൂടം പോലെ എഴുന്നു നിൽക്കുകയും മുഖത്തെ എല്ലുകൾ പൊന്തി വരികയും കണ്ണിൻ്റെ ഇവിടെ ഷാഡോ ചേർന്ന് കഴിഞ്ഞാൽ അത് കുഴിഞ്ഞിരിക്കുന്നതൊക്കെ ആയിട്ട് തോന്നാൻ സാധിക്കുമായിരുന്നു. അത് ചെയ്തില്ല. വളരെ നല്ല ഒരു മാസ്റ്റർലി മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ അഭാവം ഞാൻ ഈ ചിത്രത്തിൽ കാണുന്നുണ്ട്. പിന്നെ ഈ ചിത്രത്തിൽ വളരെ ശ്രദ്ധേയമായ ഒരു ഷോട്ടുണ്ട്. അതായത് ഇയാൾ ഒരു കണ്ണാടിയിൽ നോക്കുന്ന ഒരു നിമിഷമുണ്ട്. ഈ കണ്ണാടിയിൽ നോക്കുന്ന നിമിഷം അപാരമായ ഒരു അഭിനയ നിമിഷത്തിന് സാധ്യത ഉണ്ടായിരുന്നു, അത് ചെയ്തില്ല. ഈ നോക്കുമ്പോൾ ഇയാളുടെ കണ്ണ് വളരെ കുഴിഞ്ഞതായിട്ട് തോന്നുന്നില്ല. മാത്രമല്ല വളരെ പ്രകാശമുള്ള ഒരു കണ്ണാണ് പൃഥ്വിരാജിനുള്ളത്. അത് വളരെ ഈസി ആയിട്ട് ഡള്ളാക്കാൻ ഉള്ള മേക്കപ്പ് സംവിധാനങ്ങൾ വളരെയുണ്ട്. ഒരു ഡൾ ഐറിസ് കോൺടാക്ട് ലെൻസ് വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ണുകൾ മരുഭൂമിയുടെ വെയിലത്ത് അനേക വർഷങ്ങൾ നിന്ന് മങ്ങിപ്പോയി എന്ന് തോന്നാം. അത്രയ്ക്ക് സിമ്പിൾ ടെക്നിക്ക്. ആ കണ്ണിൻ്റെ അവിടുത്തെ കുഴിവും അതും മേക്കപ്പ് ചെയ്ത് കൊണ്ടുവരാമായിരുന്നു. മാത്രമല്ല നെറ്റിയിലെ ആ വരകൾ അതും കുറച്ചുകൂടെ ഡീപ്പാക്കാമായിരുന്നു. ഇവിടുത്തെ കവളല്ലികൾ കുറച്ചുകൂടെ ഒട്ടാമായിരുന്നു. ഈ മാലാർ ബോൺസ് കുറച്ചുകൂടി പ്രോമിനൻ്റ് ആക്കാമായിരുന്നു. പിന്നെ അവിടെ ഒരു അഭിനയ നിമിഷം നഷ്ടപ്പെട്ടത്. ഈ പടത്തിൽ പൃഥ്വിരാജ് നോക്കുമ്പോൾ പിതാവേ ഇതാണോ എൻ്റെ രൂപം എന്നുള്ള ഒരു അത്ഭുതം അയാളുടെ മുഖത്ത് കണ്ടില്ല. ആ ഒരു രംഗം, ആ ഒരു അഭിനയ ശകലം അവിടെ വിട്ടുപോയി. പിന്നെ ബെന്യാമിൻ ഈ കഥ എഴുതുമ്പോൾ ഇത് ആടുകളുടെ കൂട്ടത്തിൽ ഇയാൾ ജീവിച്ച് കിടന്ന് ആളുകളെ സ്നേഹിച്ച് ആളുകളുടെ ഭക്ഷണം കഴിച്ച് അങ്ങനെ ഒരു ആട് പോലെ ആയി തീർന്നു എന്ന് ബെന്യാമിൻ പറഞ്ഞിട്ടുണ്ട്. ഈ കഥയിൽ ആ പ്രത്യേക ഭാഗം അത്രയ്ക്ക് ക്ലിയർ ആയിട്ടില്ല. ഈ മൂലകഥയിൽ ഒരു ലൈംഗിക വീഴ്ച കൂടി കാണിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും ഈ ചിത്രത്തിൽ കാണിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഒരു മൃഗം എന്നതിനേക്കാൾ കൂടുതൽ ഒരു വൈകാരികമായ ഒരു ഭാവം പൃഥ്വിരാജിനുണ്ടായി എന്ന് കാണിക്കാൻ പറ്റിയ അനേകം നിമിഷങ്ങൾ ഒരുപക്ഷെ ഒരു സംവിധായകന് ചെയ്യാമായിരുന്നു.
ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ഒരു പെണ്ണാടിൻ്റെ മുഖം കയ്യിലെടുത്ത് ഒരു കാമുകൻ കാമുകിയുടെ കണ്ണിലേക്ക് നോക്കുന്നത്ര ഭാവത്തിൽ ഇയാളെ കൊണ്ട് ചെയ്യിക്കാമായിരുന്നു. അപ്പോൾ ഈ കാഴ്ചക്കാരന് മനസ്സിലാവും, ഇത് വെറുമൊരു മൃഗമല്ല, മൃഗത്തെക്കാൾ കൂടി എന്തോ ഈ മനുഷ്യന് ഈ മൃഗത്തോട് തോന്നുന്നുണ്ട് എന്ന് തോന്നിക്കാമായിരുന്നു. പക്ഷേ ബെന്യാമിൻ്റെ ആ രീതിയിൽ എൻ്റെ നജീബ് ഇതൊന്നും ചെയ്യുന്നവനല്ല, അവൻ എല്ലാ ദിവസവും ബൈബിൾ വായിക്കുന്നവനാണ് എന്നുള്ള ഒരു രീതിയിലെടുത്തപ്പോൾ മൂലകഥയിൽ നിന്നും അല്പം വ്യത്യസ്തപ്പെട്ടു പോയി. പിന്നെ ഡാമേജ് കൺട്രോൾ. ഇനി ഈ സിനിമ ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുന്നതിൽ നിന്നും കുറേ ഡാമേജ് കൺട്രോൾ ചെയ്യാവുന്നതാണ്. അതായത് ഈ കഥ ഒരു വലിയ സമരമാണ്, അതിനകത്ത് നിന്നും മോചനം നേടുന്ന ഒരു നിമിഷമുണ്ട്. ഈ നജീബ് ഈ മരുഭൂമി താണ്ടി ഒരു ഹൈവേയിൽ വന്നു, അവിടെ വന്ന് വീണു. ആദ്യമേ ഒരു ട്രക്ക് വന്നു, നിർത്തിയില്ല. രണ്ടാമത് ഒരു ട്രക്ക് വന്നു, അതും നിർത്തിയില്ല. മൂന്നാമത് ഒരു റോൾസ് റോയ്സ് വന്നു, അതും നിർത്തിയില്ല. പക്ഷേ ഒരു സെക്കൻഡ് തോട്ട് എന്ന രീതിയിൽ ഈ റോൾസ് റോയ്സ് തിരിച്ചു വന്നു. ആ ഡ്രൈവർ ഇറങ്ങി പുറകിലത്തെ ഡോർ തുറന്ന് ഇവനെ കാറിൻ്റെ അകത്ത് കയറ്റി. ആ നിമിഷത്തിൽ ഇവൻ hope. He saw hope. He saw a new life. The movie literally ended there. അതിനുശേഷമുള്ള എല്ലാ ഷോട്ടുകളും അനാവശ്യമാണ്. അതായത് ഇവൻ ആ തണുത്ത ഒരു സ്പേസിൽ കയറി, അവന് രക്ഷയായി. അവൻ ഏകദേശം ഒരു നിർവൃതിയിലെന്നോണം കണ്ണുകൾ അടച്ച് റൈറ്റ് സൈഡിലേക്ക് പതിയെ പൃഥ്വിരാജ് ചെരിയുന്ന ഒരു സീനുണ്ട്. അവിടെ അവസാനിപ്പിച്ച് അതിൻ്റെ ക്രെഡിറ്റ്സ് എഴുതി കാണിച്ചാൽ മതിയായിരുന്നു. പിന്നീടുണ്ടായിട്ടുള്ള പല സംഗതികളും എല്ലാം വളരെ ക്രിറ്റിസിസം ഉണ്ടാക്കുന്നതിനും അതിന് നെഗറ്റീവായിട്ടാണ് ബാധിക്കുന്നത്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ഈ റോഡിൽ നിന്നും ഇവനെ രക്ഷപ്പെടുത്തി ബാക്കിയുള്ള സീനുകളെല്ലാം നടക്കുന്നത് ഒരാഴ്ചത്തെ കാലയളവേ ഉള്ളൂ. ഈ ഒരാഴ്ചത്തെ കാലയളവിൽ പൃഥ്വിരാജിന് ഒരു 50-60 പൗണ്ട് കൂടുകയും ഏകദേശം ഒരു 175 പൗണ്ട് തോന്നിക്കത്തക്ക വിധത്തിൽ ഒരു മൂവി സ്റ്റാറിൻ്റെ കൂട്ടൊരു തലമുടിയൊക്കെ കട്ട് ചെയ്ത് ആ രംഗം കാണിച്ചത് ഒരു ചിന്ത ഇല്ലാത്തതിൻ്റെ ഒരു ഭാഗമാണ്. അത് ഒരാഴ്ച കൊണ്ട് അത്രയും വ്യത്യാസമൊന്നും ആർക്കും വരത്തില്ല. അത് ഒരു അരോചകമായിട്ട് തോന്നും. അതുകൊണ്ട് അത് വേണ്ടായിരുന്നു. ഇനിയും ഡാമേജ് കൺട്രോൾ ചെയ്യാം. ഈ മൂവി തിരികെ വിളിച്ച് ഇത് എഡിറ്റ് ചെയ്ത് ഇതിൻ്റെ അവസാനം ഞാൻ പറഞ്ഞതുപോലെ ഇയാൾ കാറിൽ കയറി ഒരു നിർവൃതിയിലെന്നോണം കണ്ണടയ്ക്കുന്ന നിമിഷത്തിൽ ഈ സിനിമ അവസാനിപ്പിക്കണം. അതുകൊണ്ട് ലോകതലത്തിൽ ഈ സിനിമ കുറച്ചൊക്കെ ശ്രദ്ധിക്കപ്പെടാം എങ്കിലും ഒരു ഓസ്കാർ നോമിനേഷൻ ഇതിന് കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. താങ്ക് യു.